യെസ്, നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ 20ാമത്തെ ദിവസം ആണ്. അപ്പോൾ നമ്മൾ കേദാർനാഥിലെ ഫാട്ട എന്ന സ്ഥലത്ത് നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ നേരെ ഋഷികേശിലേക്കാണ് പോകുന്നത്. ആ വ്യൂ നോക്കൂ, അടിപൊളിയാണ്. അവിടെ നിന്ന് നല്ല വ്യൂ ഇട്ടതാണ്. ലെഫ്റ്റ് ഒക്കെ നോക്കൂ, അടിപൊളിയാണ്. അങ്ങോട്ട് നോക്കൂ, എന്താ സൂപ്പർ അല്ലേ, അടിപൊളി. അപ്പോൾ ഇവിടെ കേദാർനാഥിൽ പോകുന്നവർക്ക് ഇഷ്ടം പോലെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താഴെ മറ്റേ ഇതുണ്ടല്ലോ, മന്ദാകിനി നദി കടന്ന് മുകളിലേക്ക് കയറുക, ഗുപ്തകാശി, അതുപോലെ ഫാട്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ തന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ, ചെറുതും വലുതുമായിട്ടുള്ള ഹോട്ടലുകൾ കിട്ടും. നല്ല ലോ ബഡ്ജറ്റ് ഹോട്ടൽസ് ഉണ്ട്, ആവറേജ് ഉണ്ട്, ലക്ഷറി ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നീറ്റ്നെസ് ഒക്കെ നോക്കി കഴിക്കാൻ പറ്റിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആ ഒരു കുഞ്ഞ് ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ടോ? എത്ര പേര് കയറുമാവോ? ഇത് നാരായൺ കോട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, നാരായൺ കോട്ടി. അപ്പോൾ നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ താഴേക്ക് ഋഷികേശിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. ഓക്കെ, നാരായൺ കോട്ടി. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ഇഷ്ടംപോലെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. നല്ലതും ചീത്തയോ പലതും കിട്ടും. ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ട്, ആവറേജ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, വൃത്തി ഇല്ലാത്തതുണ്ട്. എന്താ റൊട്ടി, 4 റൊട്ടി, പിന്നെ ഡാൽ കറി എന്ന് വെച്ചാൽ നമ്മളെ പരിപ്പ് കറി, പിന്നെ പൂരി ഭാജി. ഓക്കെ, 11 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇതാണ് ഗുപ്തകാശി. ഈ കേദാർനാഥിലേക്കുള്ള വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ഗുപ്തകാശി. നല്ല തിരക്കാണ്, രാവിലെ തന്നെ തിരക്ക് തുടങ്ങി. ഗൂഗിളിൽ റെഡാണ് കാണിക്കുന്നത്, റെഡ്. ഇവിടുന്ന് 5 മണിക്കൂറാണ് ആക്ച്വലി നമുക്ക് ഋഷികേശിലേക്കുള്ളത്. 170 കിലോമീറ്ററാണ്, 5 മണിക്കൂർ യാത്രയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ശരിക്കും വൈകും. ഗുപ്തകാശി ഭംഗി നോക്കി. നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണ്, കാരണം പോലീസ് വണ്ടി നിയന്ത്രിക്കും. ഒരു സൈഡിലുള്ള വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് മറ്റു വണ്ടികളെ കടത്തി വിടും. അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ആവും കേട്ടോ. അത്രയ്ക്ക് വാഹനങ്ങൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് കുറേ വണ്ടികളെ കയറ്റി വിടും, എന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് വിടും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ കീപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഒരു ലൈൻ കീപ്പ് ചെയ്യും. കുത്തി കയറ്റാൻ പറ്റില്ല, കുത്തി കയറ്റി റിവേഴ്സ് എടുത്ത് പിടിക്കും. എന്ത് ഭംഗിയെന്നറിയാം അവിടെയൊക്കെ പോയി താമസിക്കുന്നത് ശരിക്കും. അതൊക്കെ എന്തൊരു മയാലി വില്ലേജ്, അങ്ങനത്തെ വില്ലേജിൻ്റെ പേര് അവിടെ കണ്ടു. ഈ പ്രദേശത്തെ മൊത്തം ഗുപ്തകാശി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗൺ ആണിത്. അതെ, ഇവിടെ പോലീസുകാർ നല്ല പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റോഡ് ബ്ലോക്കുള്ള പ്രദേശത്തെല്ലാം പോലീസുകാർ വയർലെസ് സെറ്റുമായിട്ട് നിൽക്കും. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്, കാരണം വൺ വേ ആണല്ലോ. വൺ വേ വെച്ചാൽ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് സിഗ്നൽ കിട്ടും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കടത്തി വിടും. അപ്പോൾ നല്ല പണി എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പണി കൂടുതലാണ്, കാരണം ഈ സീസണാണ്, ടെമ്പിൾ ഓപ്പൺ ചെയ്ത സമയമായിട്ട് നല്ല സീസണാണ്, നല്ല തിരക്കാണ്, അവിടെ പണി കൂടുതലാണ്. ഇവർ കൃത്യമായി പണി എടുക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് ഒരല്പം വൈകിയെങ്കിലും നമുക്ക് നമ്മളെ ലക്ഷ്യസ്ഥലത്ത് എത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വണ്ടി കൊണ്ട് കുത്തി കയറ്റി അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ ആകെ പ്രശ്നമാവും. ഇപ്പോൾ കണ്ട കുഴപ്പമില്ല, കുറച്ച് നമ്മൾ ലൈനിൽ കിടക്കുക, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് വൺ സൈഡ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. അപ്പം നമ്മളെ ഇന്ന് കേദാർനാഥിൽ നിന്ന് പുറപ്പെട്ടു വന്ന് നമ്മൾ രുദ്രപ്രയാഗ് അല്ലേ, രുദ്രപ്രയാഗ് ദേവപ്രയാഗ് വഴിയാണ് ഋഷികേശിലേക്ക് പോകുന്നത്. നല്ല റോഡാണ്, വീതിയുള്ള റോഡാണ്, പുതിയതായിട്ട് ടാറിങ്ങൊക്കെ ചെയ്ത വീതിയുള്ള റോഡാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. ട്രാഫിക് ബ്ലോക്കൊന്നും ഇവിടെ അധികം സ്ഥലത്ത് കാണാനില്ല. അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ വന്നത്? അഗസ്ത്യമുനി അല്ലേ, ശ്രീനഗർ, പിന്നെ മെയിൻ സ്ഥലങ്ങൾ രുദ്രപ്രയാഗ്. അതായത് അവിടെ കേദാർനാഥിൽ നിന്ന് പുറപ്പെട്ട് താഴെ രുദ്രപ്രയാഗ്, പിന്നെ ദേവപ്രയാഗ്, പിന്നെ ഋഷികേശ്. അതാണ് മെയിൻ സെൻറ്റർ.
ചില ഭാഗങ്ങളിൽ റോഡ് ഇച്ചിരി വീതി കൂടുതലാണ്, പണി നടക്കുന്നുണ്ട്. മന്ദാകിനി നദിയാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ അതിൻ്റെ തീരത്തൂടെയാണ് പോകുന്നത്. കുറേ ആളുകൾ കുളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്, അധികം ആഴമില്ല, ഭയങ്കര ഒഴുക്കുമില്ല, കുളിക്കാനും കഴുകാനൊക്കെ കൊള്ളാം. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകളെ വണ്ടി ഒതുക്കിയിട്ട് അവരുടെ തുണിയൊക്കെ കഴുകുന്നുണ്ട്, പിന്നെ പാചകം ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഈ നദിയിലെ വെള്ളം എടുത്തിട്ടായിരിക്കും, വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ. ഈ മന്ദാകിനി നദി എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയത്തിലെ മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ സോനപ്രയാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഇന്നലെ കേദാർനാഥ് കാണാൻ പോയപ്പോൾ കണ്ട നദിയില്ലേ, അതാണിത്. അവിടെ നിന്നാണ്, കേദാർനാഥിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോനപ്രയാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രുദ്രപ്രയാഗിൽ അവസാനിക്കും. പിന്നെ 80 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇത് നേരെ ചെന്ന് ചേരുന്നത് രുദ്രപ്രയാഗിലെത്തിയിട്ട് പിന്നെ അളകനന്ദ നദിയോട് ചേരും. അപ്പോൾ അളകനന്ദ നദിയുടെ ഒരു പോഷക നദിയാണ് ഈ മന്ദാകിനി നദി. ഇതെല്ലാം കൂടെ ചേർന്ന് ഗംഗയിൽ ചേരും, അങ്ങനെയല്ലേ? ഓക്കെ. നമ്മൾ കേദാർനാഥിൽ നിന്ന് പുറത്തിറങ്ങി രുദ്രപ്രയാഗിലെത്തി കേട്ടോ. രുദ്രപ്രയാഗിൽ വന്ന വഴിക്ക് ഒരു ഉഗ്രം പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. അത് കണ്ടോണ്ട് ഇത് കണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഭയങ്കര സാധനങ്ങളാണ്. ഭയങ്കര സ്ട്രക്ചർ കേട്ടോ, ഒരു ഉഗ്രം പാലം പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കേദാർനാഥ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്, ഋഷികേശ്, ഹരിദ്വാറിലേക്ക് പോകുന്ന റോഡാണ്. റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പഴയ റോഡല്ല ഇത്, റോഡ് ഒരുപാട് മാറി. ഇതാണ് പഴയ റോഡ്. അപ്പോൾ അതിനെ പുതുതാക്കിക്കൊണ്ടിരിക്കുകയാണ്, വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വമ്പൻ റോഡ് പണി നടക്കുകയാണ് ഇവിടെ. പാലത്തിൽ നിന്ന് ഫിറ്റ് ചെയ്യാനുള്ള ഓരോരോ സാധനങ്ങളുണ്ട്, താഴെ പിടിപ്പിക്കാനുള്ള സാധനങ്ങളാണ്. എന്തോ ഒരു ഇരുമ്പ് സ്ട്രക്ചറാണെന്നറിയോ, കിട്ടില്ല. അതാ നട്ടും ബോൾട്ടും, നമ്മൾ കാണുന്ന നട്ടും ബോൾട്ടും അല്ല ഇത്, യമണ്ട സാധനം. അതാ പോയി നിന്ന് നോക്കിയാണ്, ഒരാളിനെ വെച്ച് നോക്കുമ്പോൾ അറിയാം. കണ്ടോ, ഇത് മോളിൽ നിന്ന് നോക്കുമ്പോൾ, നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ കണ്ടോ ഒരാൾ പൊക്കമുണ്ട് ഈ ഓരോ പില്ലറിനും. യെസ്, അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡി ആവുമായിരിക്കും. മല വെട്ടി താഴേക്ക് ഇട്ടിരിക്കുകയാണ്, എന്നിട്ട് അവർ കൂടെ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹരിദ്വാർ, ഋഷികേശ്, ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, കേദാർനാഥ്. ഇതൊരു വളരെ ബിസി സ്ഥലമാണല്ലോ. ഭയങ്കര ഒരുപാട് തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ്. മാത്രമല്ല ബദ്രിനാഥിലേക്കും ഈ റൂട്ടിൽ വേണം പോകുന്നത്. ചെന്നിട്ട് പിന്നെ കർണപ്രയാഗിൽ ചെന്നിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് ഒരുപാട് തിരക്കുള്ള റോഡാണ്, അതുകൊണ്ടാണ് വലുതാക്കുന്നത്. റോഡ് കൺസ്ട്രക്ഷൻ ഭയങ്കര കൺസ്ട്രക്ഷൻ ആട്ടോ, അടിപൊളി. ഫ്രണ്ടിൽ നിന്ന് അടിച്ചു കൊടുത്താൽ കേട്ടോ മാത്രം താഴേക്ക് ഇട്ടിരിക്കുന്നത് നോക്കി. ഈ കാണുന്നത് അളകനന്ദ നദിയാണ് കേട്ടോ. നമ്മൾ ബദ്രിനാഥിൽ കണ്ട നദിയില്ലേ, അവിടെ ചെറിയ നദിയായിരുന്നു. ബദ്രിനാഥിൽ നിന്നാണിത് ഒഴുകി വരുന്നത്. ബദ്രിനാഥിൽ നിന്ന് ഈ അളകനന്ദ നദി ഒഴുകി കർണപ്രയാഗിലെത്തുമ്പോൾ, കർണപ്രയാഗിൽ വെച്ച് പിണ്ടാർ നദി കൂടെ അതിൽ കൂടെ ചേരും. അങ്ങനെ ഒഴുകി രുദ്രപ്രയാഗിലെത്തും. രുദ്രപ്രയാഗിലെത്തുമ്പോൾ നമ്മളിപ്പോൾ കണ്ട മന്ദാകിനി നദിയുണ്ട്, കേദാർനാഥിൽ നിന്ന് വരുന്ന മന്ദാകിനി നദി, അതും കൂടെ ഇതിലേക്ക് ചേരും. അപ്പോൾ നോക്കിയേ, ആളിൻ്റെ സ്വഭാവം മാറിയില്ലേ, ഇതാ വലിയൊരു നദിയായി കലങ്ങി ഒഴുകുകയാണ്. കണ്ടോ, ഇതാണ് അളകനന്ദ നദി. ഇത് ബദ്രിനാഥിൽ നിന്ന് വരുന്ന നദിയാണ്. ഇത് കർണപ്രയാഗിലെത്തുമ്പോൾ പിണ്ടാർ നദി ചേരുന്നു. രുദ്രപ്രയാഗിലെത്തുമ്പോൾ ഇതിനോടൊപ്പം ആര് ചേരുന്നു, നമ്മുടെ മന്ദാകിനി നദിയുടെ ചേരുകയാണ്. അങ്ങനെ വലിയൊരു നദിയായി പോവുകയാണ്. ഇത് നമ്മുടെ ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ്. നമ്മൾ ദേവപ്രയാഗിൽ എത്തിയിരിക്കുകയാണ്. 2 കിലോമീറ്റർ, ഋഷികേശ് 68 കിലോമീറ്റർ, ഹരിദ്വാർ 90. ഈ ദേവപ്രയാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അളകനന്ദ നദി ഒഴുകി ദേവപ്രയാഗിലെത്തും. അവിടെ വെച്ച് ഭാഗീരഥി നദിയും കൂടെ എത്തും. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് അതിന് പുതിയൊരു പേരാവും, അതാണ് ഗംഗാ നദി. അപ്പോൾ ദേവപ്രയാഗിൽ അളകനന്ദയും പിന്നെ ഭാഗീരഥിയും കൂടെ സംഗമിക്കുന്നു. എന്നിട്ട് ഒറ്റ നദിയായി ഒഴുകുന്നു. ആ നദിയുടെ പേരാണ് ഗംഗാ നദി. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എത്തിപ്പോയി. അങ്ങനെ നമ്മൾ ദേവപ്രയാഗിൽ എത്തിയിരിക്കുകയാണ്. ദേവപ്രയാഗ് ഇതാണ് ഈ ഒഴുകി വരുന്ന പച്ച നിറത്തിലുള്ളതാണ് ഭാഗീരഥി നദി. ഭാഗീരഥി
ഇങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. പച്ച നിറമാണ്, പച്ച നിറത്തിൽ ചെന്ന് ദാണ്ട് ആ പാലത്തിലൂടെ കണ്ടോ, അവിടെ ഇടത് ഭാഗത്തുനിന്ന് നമ്മുടെ അളകനന്ദ ഒഴുകി വരികയാണ്. അപ്പോൾ അത് കലങ്ങിയ കളർ, അവിടാണ് കോൺഫ്ലുവൻസ്, സംഗമം, ഭാഗീരഥിയുടെയും അളകനന്ദയുടെയും സംഗമസ്ഥാനമാണത് ദേവപ്രയാഗ്. അവിടെ നിന്നാണ് ഇതിനെ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യെസ്, ഇതാണ് അളകനന്ദയുടെയും ഭാഗീരഥിയുടെയും കോൺഫ്ലുവൻസ് എന്ന് വെച്ചാൽ സംഗമസ്ഥാനം. കണ്ടോ, ആളുകൾ കുളിക്കുന്നുണ്ടോ അവിടെ. യെസ്, ഭാഗീരഥിയുടെ പച്ച കളറാണ്, അളകനന്ദയുടെ കളറ് കലങ്ങിയ കളറാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന സംഭവങ്ങളാണ് കേട്ടോ. നടക്കുമോ ഇല്ലയെന്ന് ഒരു ഉറപ്പും ഇല്ലായിരുന്നേ, പക്ഷെ നടന്നു. ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം കാറിൽ അവിടെ നിന്ന് ഇതുവരെ, പാലക്കാട് നിന്ന് ഇതുവരെ എനിക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ വരാൻ പറ്റി, ഇത് കാണാൻ പറ്റി. താങ്ക് യു, താങ്ക് ഗോഡ്. യെസ്, ഇവിടെ നിന്നാണ് ഗംഗ എന്നുള്ള പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാഗീരഥിയും അളകനന്ദയും ഒരുമിച്ച ശേഷം ഗംഗ എന്ന പേരിൽ അറിയപ്പെടും. ഇത് വെസ്റ്റ് ബംഗാളിലെ പിന്നെ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരും. വെസ്റ്റ് ബംഗാൾ വഴി ഒഴുകി ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരും. ഓക്കെ, ഇത് ദേവപ്രയാഗ് വ്യൂ പോയിന്റ് ആണ്. ദേവപ്രയാഗ് വ്യൂ പോയിന്റ്, ഈ വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ ഈ നദിയുടെ കോൺഫ്ലുവൻസ് തന്നെയാണ്. ഓയ്, പണ്ടേ യൂട്യൂബിലൊക്കെ കാണുമ്പോഴേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കിത് കാണാൻ പറ്റുമോ എന്ന്. നമ്മൾ വന്നല്ലോ, കണ്ടല്ലോ. ആള് കുളിക്കുന്നുണ്ടോ? ആ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അളകനന്ദയ്ക്ക് നല്ല ഒഴുക്കാണ് കേട്ടോ. എന്താ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ ഗംഗയാണ് ഈ പോകുന്നത്. ഇത് കണ്ടോ, ഒരു ടണലിൻ്റെ പണി ത്വരിതഗതിയിൽ നടക്കുകയാണ് കേട്ടോ. ആ മല ഇങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ ടോപ്പിൽ നിന്നേ ഒരു 100 അടിയോളം ഉയരത്തിൽ നിന്നേ കോൺക്രീറ്റൊക്കെ ചെയ്ത് അതിൻ്റെ ലാൻഡ് സ്ലൈഡ് ചാൻസൊക്കെ ഒഴിവാക്കി കൊണ്ടുവന്ന് താഴെ എത്തി. അത് റോഡ് ടണലാണോ അതോ റെയിൽവേ ടണലാണോ അറിയില്ല കേട്ടോ. ഇവിടെ ഒരു ബോർഡൊന്നും വെച്ചിട്ടില്ല, പക്ഷെ തകർത്ത് വെച്ച് പണി നടക്കുന്നുണ്ട്. ഇനി ഒരു പാലം കൂടെ വരും, ആ ടണലിലേക്ക് ഒരു പാലം കൂടെ വരും. ഇവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട്, അത് പണിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കരയിൽ കൂടെ റോഡൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് കുറച്ച് നേരത്തെ. ഇതുണ്ട്, ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്, ക്ലിഫാണ്. മഴക്കാലത്ത് മാത്രമല്ല, ഈ ഇങ്ങനെ ഉണക്ക സമയത്ത് മണ്ണിടിഞ്ഞ് വീഴാറുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലോക്കായിരുന്നു, മണിക്കൂറിനോളം ബ്ലോക്കായിരുന്നു. JCB വന്ന് ഈ മണ്ണൊക്കെ മാറ്റി. ഇതുണ്ടോ റോഡ് സൈഡിൽ കല്ല് കിടക്കുന്നുണ്ടോ? ഇതിങ്ങനെ പടപെടാൻ വന്നതാണ്. റൈറ്റ് സൈഡിൽ ഉണ്ടോ, മണ്ണിടിഞ്ഞതാണ്, ലാൻഡ് സ്ലൈഡാണ്. ഇതാണ് ഇത്തരം സ്ഥലങ്ങളിലെ പ്രശ്നം. ഏത് നിമിഷം വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, മലയിടിയാൻ ചാൻസ് ഉണ്ട്. ബ്ലോക്ക്. ഹരിദ്വാർ, ഋഷികേശ്, ദേവപ്രയാഗ് റോഡുണ്ടല്ലോ, നമ്മൾ അതുവഴി കേദാർനാഥിലും ബദ്രിനാഥിലും പോകുന്നത്. അപ്പോൾ ഈ ഭാഗം ഈ ഋഷികേശിനും ദേവപ്രയാഗിനും ഇടയ്ക്കുള്ള ഈ പ്രദേശമുണ്ടല്ലോ, ഭയങ്കര കല്ല് വീഴ്ചയാണ്. എപ്പോഴും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്,
നിങ്ങൾ സൂക്ഷിച്ച് തന്നെ പോകണം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഈ പൊടിയുള്ള പാറക്കല്ലുകൾ ഇങ്ങനെ എപ്പോഴും വീഴാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്ത് വന്ന് കിടക്കുന്നുണ്ട് ഒരു വലിയൊരു പാറ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുകയാണ്. ഒരു സ്ലൈസ് പോലെയുള്ള പീസ് പാറകളാണ്, ഒറ്റപ്പാറയല്ല, പീസ് പാറകളാണ്. അതുകൊണ്ട് തന്നെ വീഴും. വേനൽക്കാലത്തും ഇങ്ങനെ വന്ന് വീഴും. എല്ലാം ഈ റോഡിൻ്റെ കാറിൻ്റെ മുകളിലൊക്കെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടോ, ഇത് മുകളിൽ നിന്ന് വീണ കല്ലാണ്. ഇതുണ്ടോ, ഇങ്ങനെയുള്ളത് ചെറിയ കല്ലുകളും ഉണ്ട് കേട്ടോ ഇങ്ങനെ. പക്ഷെ ഒരു വലിയ കല്ല് വീണാലും മതി നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവാൻ. ഇതുണ്ട് ഫ്രണ്ടിൽ കണ്ടോ, ഇങ്ങനെ ഇടിഞ്ഞങ്ങ് വീഴും. മണ്ണും കല്ലും കൂടെ ഉള്ള ഒരു രീതിയാണ്, മണ്ണും കല്ലും കൂടെ ഉള്ള. ഇതൊരു സ്ലൈഡാണ്. അങ്ങനെ നമ്മുടെ 20ാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ. നമ്മൾ ബദരീനാഥിൽ നിന്ന് പുറപ്പെട്ട് 198 കിലോമീറ്റർ ഓടി നമ്മൾ ഋഷികേശിലെത്തി. ഒസൈനാസ് SK റീജൻസി എന്ന് പറയുന്ന ക്യൂ സൈനാസ് ആണ് അവരെ, ഒസൈന അല്ല, ക്യൂ സൈനാസ് റെസിഡൻസി. ഇങ്ങനെ ഹോട്ടലാണ്, നല്ല ഹോട്ടലാണ്, നല്ല അടിപൊളി ഹോട്ടലാണ്. നമ്മളവിടെ എത്തി. ഇപ്പോൾ മണി ഇപ്പോൾ 7:30 7:30 നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് രാത്രി കാണേണ്ട 1-2 കാഴ്ചകളുണ്ട്, അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മൾ ഋഷികേശിൽ ഇന്ന് താമസിക്കുന്നത് ക്യൂ സൈനാസ് റീജൻസി എന്ന് പറയുന്ന ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ് കേട്ടോ, നല്ല നീറ്റാണ്, ക്ലീനാണ്, അടിപൊളിയാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സോഫ സെറ്റി, ടീപ്പോ ഉണ്ട്. റെഗുലേറ്ററി കെറ്റിൽ ചായ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ, കബോർഡ് എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. ഋഷികേശിൻ്റെ രാത്രി കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോൾ നമ്മൾ തപോവൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് ഇതിൻ്റെ സെൻറ്ററാണ്. ഇവിടെയാണ് ഹോട്ടലുകളും മറ്റ് ആളുകൾ കൂടുതൽ താമസിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്. അവിടെ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ റാം ജൂല ഉണ്ട്, പിന്നെ ലക്ഷ്മൺ ജൂലയുണ്ട്, അതുപോലെ തന്നെ ജാൻകി ജൂലയുണ്ട്. ഇതൊക്കെ ഈ ജൂല എന്ന് വെച്ചാൽ പാലം എന്നാണ് കേട്ടോ. അപ്പോൾ റാം ജൂല എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ഓഫ് റാം എന്നാണ്. കേട്ടോ ഈ റോഡേ, അപ്പുറത്തെ റോഡുണ്ട്, അതിലാരും പോകാറില്ല. അത് ഹരിദ്വാറിലേക്ക് പോകുന്ന റോഡാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ സെൻറ്റർ റോഡ്. ഭയങ്കര തിരക്കാണ്, ഫുൾ ടൈം ട്രാഫിക്കാണ്. ഇവിടെയാണ് ഹോട്ടൽസൊക്കെ ഉള്ളത്, ഭയങ്കര ലക്ഷറീസ് ഒക്കെയാണ്. കാരണം വിദേശികളൊക്കെ ധാരാളം വരുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ, സ്പിരിച്വൽ ആത്മീയ കേന്ദ്രം അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് അപ്പുറം ഇതൊരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. കാരണം ഋഷികേശ് എന്ന് പറയുന്നത് യോഗ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് കേട്ടോ. യോഗ പഠിക്കാനും മെഡിറ്റേഷനും വേണ്ടിയൊക്കെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിദേശികൾ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹോട്ടൽസിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഇതുണ്ടോ, എല്ലാം നല്ല വെൽ ഫർണിഷ്ഡ് ഹോട്ടൽസൊക്കെയാണ്. റൂമൊക്കെ നല്ല ഉഗ്ര റേറ്റാണ്. നമ്മളും ഇവിടെ തന്നെയാണ് റൂമൊക്കെ എടുത്തിരിക്കുന്നത്, തപോവൻ. കാരണം അങ്ങോട്ട് പോയാൽ വേറെ നല്ലതൊന്നും കിട്ടത്തില്ല. ഇതുണ്ടോ, ഓക്കെ. ഹോട്ടൽസൊക്കെയാണ് കേട്ടോ, അടിപൊളി ഹോട്ടൽസാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ യൂറോപ്യൻ സ്റ്റൈലൊക്കെയാണ് ഇവിടെ. കാരണം ഹോട്ടൽസൊക്കെ നല്ല ലൈറ്റ് സെറ്റപ്പൊക്കെ ചെയ്ത് നല്ല വൃത്തിയാണ്, അടിപൊളിയാണ്. സംഭവം എന്ന് വെച്ചാൽ അവർ വരുന്നതുകൊണ്ടാണ്, യൂറോപ്യൻസ് വരുന്നതുകൊണ്ടാണ്, ഫോറിനേഴ്സ് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊരു സ്പിരിച്വൽ ആസ് വെൽ ആസ് കൊമേഴ്ഷ്യൽ ആൻഡ് ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇതുണ്ട്, ഇതൊരു ഹോട്ടലാണ്. ഇതിൻ്റെ പേര് എന്താണ് നോക്കട്ടെ, ഹോളി ശിവാന. ഓക്കെ, നമ്മളെ പോണ്ടിച്ചേരി ഒക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. പോണ്ടിച്ചേരി നമ്മളെ ഓറോവില്ലയില്ലേ, ഓറോവില്ലയിലേക്ക് ഫോറിനേഴ്സ് ധാരാളം വരുന്നില്ലേ, അതുപോലത്തെ സംഭവമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാം ജൂല, ജാൻകി ജൂല, ലക്ഷ്മൺ ജൂല, അതുപോലെ ഇവിടെ ഒരു ഗോവ ബീച്ച്, ഗംഗാ നദിയുടെ തീരത്തുള്ള ബീച്ചുണ്ട്. സംഗതി ഈ തപോവൻ എന്ന് പറയുന്നത് ഒരു പോഷ് ഏരിയ തന്നെയാണ് കേട്ടോ. അതുണ്ടോ, ഹോട്ടലൊക്കെ ഉണ്ടോ, ഇതുണ്ടോ. അടിപൊളി ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് പോലെ ഉണ്ട്. കുറച്ചുകൂടെ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു യൂറോപ്യൻ സ്ട്രീറ്റിൻ്റെ ഇത് കിട്ടും. റാം ജൂലയിലേക്ക് പോവുകയാണ് കേട്ടോ. റാം ബ്രിഡ്ജ് ഓഫ് റാം.
നഗരം വളരെ ആക്റ്റീവാണ് കേട്ടോ ഇപ്പോഴും. മണി 9 മണിയായി. സംഭവം ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇതൊരു ബിസിനസ് കം കൊമേഴ്ഷ്യൽ കം ടൂറിസ്റ്റ് കം സ്പിരിച്വൽ കം ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കേട്ടോ. എല്ലാം ഉണ്ട് ഇവിടെ. ഈ വഴി പോയിട്ട് വേണം റാം ജൂലയിലേക്ക് നമുക്ക് പോകേണ്ടത്. ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇത് ലേഡീസ് സെക്ഷനാണേ. വെറൈറ്റി ഡ്രസ്സുകളാണ്. ഓക്കെ, ഇതുണ്ടോ. പിന്നെ ഇതൊക്കെ ബാഗ്, അതുപോലെ മാറ്റുകൾ, യോഗയ്ക്ക് ഉപയോഗിക്കുന്ന മാറ്റുകളുണ്ടല്ലോ, അതൊക്കെ വിൽക്കുന്ന കടയാണിത്. ക്യാപ്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. രാത്രിയും ആളുകൾ ഫ്രീ ആയി നടക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കേട്ടോ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അത് വലിയ സംഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഋഷികേശിലെ റാം ചൂലയിലെത്തി കേട്ടോ. ഈ ഒഴുകുന്നത് ഗംഗാ നദിയാണേ. ഗംഗാ നദി നമ്മൾ ദേവപ്രയാഗിൽ വെച്ച് കണ്ടല്ലോ. കണ്ട റാം ചൂല അലങ്കരിച്ചിട്ടിരിക്കുന്ന കണ്ട, അടിപൊളി സൂപ്പർ. ലൈറ്റൊക്കെ ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നല്ലൊരു ആംബിയൻസ് ആണ്. ഈ സൈഡിൽ കൂടെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് മാർക്കറ്റാണ്, അറിയാലോ. ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടാവും. സൂപ്പറാണ്. ഇതാണ് റാം ചൂലയുടെ രാത്രി കാഴ്ച. ഇത് ഗംഗാ നദിയാണ്. ഇവിടെ കുറച്ചു നേരം ഇറങ്ങി ഇരിക്കാൻ പറ്റും കേട്ടോ. റോട്ടിൽ നിന്ന് ഇറങ്ങി റാം ചൂലയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ കണ്ടോ ആത്മീയതയുടെ ചില രൂപങ്ങൾ. സൂര്യൻ, ഗണപതി, ശിവന്റെ പ്രതിമ, കൃഷ്ണൻ. ഇത് കണ്ടോ, ഇത് ഗണപതിയുടെ ഒരു വലിയ ലോഹ വിഗ്രഹമാണ് ഇരിക്കുന്നത് കേട്ടോ. നോക്കട്ടെ, തൊട്ട് നോക്കട്ടെ, ലോഹം തന്നെയാണോ നോക്കട്ടെ. ലോഹം തന്നെയാണ്. നല്ല വിലയുണ്ടാവും. പിന്നെ ഇത് കണ്ടോ, ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെയാണ്. നല്ല കോസ്റ്റ്ലി ആയിരിക്കും. ഫോറിനേഴ്സിനെ എയിം ചെയ്തിട്ടുള്ള ഇതാണ്. സാധാരണക്കാർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ലായിരിക്കും. അതുപോലെ അറിയാലോ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല ബിസിനസ് കേന്ദ്രങ്ങളായിരിക്കും ഇതൊക്കെ. മാല, വള, കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങൾ. കൊള്ളാം, അടിപൊളിയാണ്. സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് നമുക്കിവിടെ നടക്കാൻ നല്ല രസമാണ്, പ്രത്യേകിച്ച് നൈറ്റിൽ. എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ യോഗയ്ക്ക് വരുന്നവരുണ്ട്, മെഡിറ്റേഷന് വരുന്നവരുണ്ട്, ടൂറിസ്റ്റുകളായി വരുന്നവരുണ്ട്, ബിസിനസ്സിന് വരുന്നവരുണ്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നവരുണ്ട്, പിന്നെ ടൂറിസ്റ്റുകളുണ്ട്. എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഓക്കേ, എന്തെല്ലാം വെറൈറ്റി സാധനങ്ങളല്ലേ. ഒരു സെറ്റ് മോമോസ് വാങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. സ്റ്റീംഡ് മോമോസാണ്, 80 രൂപ. 8 പീസ് ഉണ്ടാവും. ആളുകൾക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ്. അടിപൊളിയാണ്. ഓക്കെ, നല്ല ബിസിനസ് നടക്കുന്നത്. വെറൈറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ. ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, വെറൈറ്റി സാധനങ്ങളാണ്. അങ്ങോട്ടുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മാർക്കറ്റാ. സമയം രാത്രി 9:30. ഈ ബ്രിഡ്ജിൽ ആളുകളുടെ തിരക്കാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും അടിപൊളി കേട്ടോ, സൂപ്പറാ. ഗംഗാ നദി ഒഴുകുകയാണ്, ശാന്തമായി ഒഴുകുകയാണ് കേട്ടോ. പാലത്തിന് ചെറിയ കുലുക്കമുണ്ട്. താറല്ല, കോൺക്രീറ്റാ തറയിൽ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. ആക്ച്വലി നമ്മുടെ പ്ലാൻ ഈ പാലത്തിലൂടെ ഇക്കരെ വന്നിട്ടേ അതൊരു വള്ളം പിടിച്ച് പോകാമെന്നായിരുന്നു കേട്ടോ, അക്കരയ്ക്ക് വന്നിടത്തേക്ക്. പക്ഷേ ആരുമില്ല കേട്ടോ. വള്ളം ഇവിടെ ഒരു 3-4 വള്ളം കിടക്കുന്നുണ്ട്. പക്ഷേ തുഴക്കാരൊന്നുമില്ല. അക്കരെ പോകുന്നവരാരുമില്ല.
അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, സൂപ്പറാണ്. ഋഷികേശ് കിടിലാണ് കേട്ടാ, ഇത് വേറൊരു വൈബാണേ. ഇവിടെ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ടോ, ഗംഗാ നദിയുടെ തീരത്ത് സന്യാസികളുണ്ട്, സാധു എന്ന് പറയുന്ന സാധുക്കളുണ്ട്, തീർത്ഥാടനത്തിന് വന്നവരുണ്ട് അല്ലേ. എല്ലാവരും ശാന്തമായി ഗംഗാ നദിയുടെ തീരത്ത് കിടന്നുറങ്ങുകയാണ് കേട്ടോ, പാവിരിച്ച് കിടന്നുറങ്ങണം. കൂടെ ഒരു പട്ടിയുണ്ട്. എന്താ അല്ലേ സംഭവം, നോക്കി എത്ര ശാന്തമായിട്ടാണ്. അവിടെ 2 കാലുമില്ലാത്തൊരു അപ്പൂപ്പൻ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊരു വേറൊരു ലോകമാണ് കേട്ടോ. ഇതുണ്ടോ, ബെഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ, ബെഞ്ച് കിടന്നുറങ്ങുന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വയസ്സായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാ ടൈപ്പ് ആളുകളുണ്ട് ഇവിടെ.